Next, 304 into 23. 4 3s are 12. Like 12 into 2 ഇവിടെ എഴുതി 1 remainder കൊടുത്തു. 3 into 0 0. 0 plus 1 1. 3 3s are 9. Next, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളിവിടെ 0 കൊടുത്തു യൂണിറ്റിന്റെ പ്ലേസിൽ. 2 4s are 8. 2 0 0. 2 3s 6. ആഡ് ചെയ്യണം. 2 1 plus 8 9. 0 9 plus 0 9. Then 6. ആൻസർ എത്രയാണ്? 6992. അപ്പോൾ നമ്മൾ 1 ഡിജിറ്റ് നമ്പറിനെയും 1 ഡിജിറ്റ് നമ്പർ കൊണ്ടും 2 ഡിജിറ്റ് നമ്പർ കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലം എക്സർസൈസ് 4E വേർഡ് പ്രോബ്ലം അത് ഒരെണ്ണം നോക്കാം. ഫസ്റ്റ് എക്സർസൈസ് 4E ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പല്ലവി ഹെൽപ്ഡ് ഹെർ ഫാദർ ടു അറേഞ്ച് 15 plums in one tray. If there are 20 such trays, how many plums are there in total? അല്ലേ? അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതേയും എക്സർസൈസുകളെല്ലാം നമ്മൾ ചെയ്തു പോയതാണ് നമ്മൾ ക്ലാസ് കൂടിയപ്പോൾ. ഒന്നും കൂടെ ഒരെണ്ണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? പല്ലവി ഈ പ്ലംസ് ട്രെയിൽ അറേഞ്ച് ചെയ്യാൻ ഫാദറിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ട്രെയിൽ എത്ര പ്ലംസ് ആണ് വെക്കുന്നത്? 15 plums. അതുപോലെ 20 trays ഉണ്ടെങ്കിൽ ആകെ എത്ര പ്ലംസ് ഉണ്ടായിരിക്കും? അപ്പോൾ എന്താണ് സ്റ്റെപ്പ് എഴുതണം? എപ്പോഴും നമ്മൾ വേർഡ് പ്രോബ്ലം വരുമ്പോൾ സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് എഴുതുന്നതിന് മാർക്കുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കാൽക്കുലേഷൻ മൊത്തം നമ്മൾ ആ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പേപ്പറിൽ എഴുതിയിട്ട് എന്നാൽ ആൻസർ ഷീറ്റ് നല്ല നീറ്റായിട്ട് ഇരുന്നോട്ടെന്ന് ഓർത്തുകൊണ്ട് ആൻസർ മാത്രം എഴുതി വെച്ചാൽ ടീച്ചർ മാർക്ക് തരില്ല. അപ്പം നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്താലും നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടിയെന്നുള്ളത് ടീച്ചറിനെ കാണണം. അപ്പോൾ ആ പേപ്പറിൻ്റെ അരികിൽ ഒരു മാർജിൻ വരച്ചിട്ട് അവിടെ ഒരു കോളത്തിൽ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റെപ്പ് എഴുതുക വേർഡ് പ്രോബ്ലത്തിന്. എന്താണ്? പ്ലംസ് എക്സർസൈസ് 6E എ ആണ്. പ്ലംസ് ഇൻ 1 tray. എത്രയാണ്? 15. Then plums in 20 trays. ഇത് കണ്ടുപിടിക്കും. ഒരെണ്ണത്തിലുള്ളതിൻ്റെ എണ്ണത്തിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15 into 20 ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 0 ചേർന്ന് വരുന്നതാണെങ്കിൽ 0 ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 0 ഇട്ടാൽ മതി. 15 into 2 ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 15നെ 20 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. കൺഫ്യൂഷൻ ഒന്നും വരണ്ട. അപ്പോൾ എന്താണ്? 0 into 5 0. 0 into 1 0. Then 2 into 5. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെ എഴുതണം? 2 ടെൻസിൻ്റെ പ്ലേസിലാണ് ഇവിടെ മുതൽ എഴുതാവുള്ളൂ. 2 into 5 10 അല്ലേ? 10ൻ്റെ 0 ഇവിടെ എഴുതി 1 റിമൈൻഡർ ആയിട്ട് കൊടുത്തു. 2 into 1 2 plus 1 3. അപ്പോൾ എത്രയാണ്? 0 0 3 അല്ലേ? 300. നമുക്ക് എല്ലാവരും നോക്കാം. 15 into 2 എന്ന് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം 0 ഇട്ടു. 5 2s are 10. 5 2s are 10. 0 റിമൈൻഡർ 1. 2 into 1 2 plus 1 3 30. 30യുടെ കൂടെ ഈ 20യുടെ 0 നമ്മൾ ചേർത്തു. 300. ഓക്കെ. ഹൗ മെനി പ്ലംസ്? 300. നെക്സ്റ്റ് നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്ത് യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിനകത്ത് വേർഡ് പ്രോബ്ലംസ് കിടപ്പുണ്ട്. അതിനകത്ത് 2 വേർഡ് പ്രോബ്ലം കൂടെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. പേജ് 172
9th സെക്ഷൻ എന്ന് പറയുന്നത് വേർഡ് പ്രോബ്ലം ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് വൺ ബുക്ക് കോസ്റ്റ് ₹345, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 28 സച്ച് ബുക്സ്. അതായത് ഒരു ബുക്കിൻ്റെ കോസ്റ്റ് വില 345 rupees ആണെങ്കിൽ അതുപോലുള്ള 28 ബുക്സിൻ്റെ വില എന്താ? അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്? കോസ്റ്റ് ഓഫ് വൺ ബുക്ക്, കോസ്റ്റ് ഓഫ് വൺ ബുക്ക് എത്രയാണ്? ₹345. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? കോസ്റ്റ് ഓഫ് 28 ബുക്സ്, 28 ബുക്സ് ഈക്വൽസ് ഇത് ചെയ്യണം. ഒരു ബുക്കിന്റെ കോസ്റ്റിനെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 345 into 28 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 345 into 28. 8 5s are 40. 40യുടെ 0 ഇവിടെ എഴുതി, 4 റിമൈൻഡർ കൊടുത്തു. 8 4s are 32. അതിൻ്റെ കൂടെ ഈ 4 കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 36 കിട്ടി. 36ന്റെ 6നെ ഇവിടെ എഴുതി, 3 റിമൈൻഡർ വന്നു. 8 3s are 24. 24ന്റെ കൂടെ 3യും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 27. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0 ഇവിടെ ഇട്ട് കൊടുത്തു. 2 5s are 10ന്റെ 0 റിമൈൻഡർ 1. 2 4s are 8 plus 1 9. 2 5s are ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. 2 5s are 10ന്റെ 0 റിമൈൻഡർ 1. 2 4s are 8 plus 1 9. 2 3s are 6 ആഡ് ചെയ്യാം. 0 6 9 plus 7 16. 6 റിമൈൻഡർ 1. 1 plus 2 3. 3 plus 6 9. നമുക്ക് ആൻസർ 9616 കിട്ടി. rupees 9660. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണോട് നോക്കാം. A flight ticket from Mumbai to New Delhi cost ₹3,130. What is the cost of 3 tickets? മുംബൈയിൽ നിന്ന് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ കോസ്റ്റ് ₹3,130. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള 3 ടിക്കറ്റ്സിൻ്റെ 3 ടിക്കറ്റ്സിൻ്റെ കോസ്റ്റ് എന്താണ്? നമുക്കത് അങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്. കോസ്റ്റ് ഓഫ് 1 ടിക്കറ്റ് അല്ലേ ആദ്യം എഴുതേണ്ടത്. കോസ്റ്റ് ഓഫ് 1 ടിക്കറ്റ് അത് ബി ആണ്. കോസ്റ്റ് ഓഫ് 1 ticket equals ₹3,130. Cost of 3 tickets equals എന്താണ്? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3,130 into 3. 3,130 into 3. 3 into 0 0. 3 into 3 9. 3 into 1 3. 3 into 3 9. rupees 9,390. ഓക്കെ. അപ്പോൾ 4th ചാപ്റ്ററിലെ എല്ലാ സെക്ഷനിൽ നിന്നും
ടീച്ചർ ഇപ്പം ഓരോ കണക്കൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. നിർബന്ധമായിട്ടും 1 മുതൽ 10 വരെയുള്ള എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കണം. അത് പഠിക്കുക. അതുപോലെ എല്ലാം നമ്മൾ മാത്സിൻ്റെ ഇതിന് മുന്നിട്ട വീഡിയോസ് എല്ലാം നന്നായിട്ട് കണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പഠിക്കുക. ഈ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പഠിക്കുക. അപ്പോൾ 4th ചാപ്റ്റർ ഏകദേശം നമ്മൾ എല്ലാം കഴിഞ്ഞു പോയി. ഇനി നമുക്ക് 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ജോമെട്രിയാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനഃപാഠം പഠിക്കേണ്ടതുണ്ട്, സ്പെല്ലിങ് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിനകത്ത് നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന 1 വേർഡുകൾ ടീച്ചറിൻ്റെ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ എഴുതിക്കോണം. ടീച്ചറിൻ്റെ ആൻസർ മാത്രം ഇവിടെ ബോർഡിൽ എഴുതിയിടാം. യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൻ്റെയാണ്. പേജ് 170 കാര്യങ്ങളാണ്. പേജ് 170 3rd സെക്ഷൻ ഹൂവാമൈ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഭാഗത്തിൽ 7 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എൻക്ലോസ് എ റീജിയൻ വിതിൻ മീ. ഞാൻ എനിക്കകത്തുള്ളൊരു ഭാഗം ഉണ്ട്. അതെന്താണ്? ക്ലോസ്ഡ് ഫിഗർ. ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആയിട്ട് സെപ്പറേറ്റ് ഭാഗമാണ് അല്ലേ? ഐ എൻക്ലോസ് എ റീജിയൻ വിതിൻ മീ. എൻ്റെ ഉള്ളിൽ ഞാനൊരു കുറച്ച് സ്ഥലം വെച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ഫിഗർ. നെക്സ്റ്റ് ബി, യു ക്യാൻ എക്സ്റ്റെൻഡ് മീ എൻഡ്ലെസ്ലി ഇൻ ഐദർ ഡയറക്ഷൻ. ഐദറിന് 2 ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് എന്നെ എന്തുമാത്രം വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാം. ആരാണത്? ലൈൻ. സി, ഐ ഹാവ് 1 എൻഡ് പോയിന്റ്. എനിക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളത് ആരാ 1 എൻഡ് പോയിന്റ് ഉള്ളത്? റൈറ്റ്. ഐ ആം എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് നോ വെർട്ടിസസ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്കുകളൊന്നും മൂലകളൊന്നും ഇല്ല. അങ്ങനെയുള്ളത് ആരാണ്? സർക്കിൾ. ക്ലോസ്ഡ് ഫിഗർ ആണ്. നോ വെർട്ടിസസ്. എന്താണ്? സർക്കിൾ. നെക്സ്റ്റ്, I am bounded by 4 equal line segments. 4 equal line segments. ഈക്വൽ അതായത് 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള അത് ആർക്കാണ്? സ്ക്വയർ. I have 6 rectangular faces. നമ്മുടെ മാച്ച് ബോക്സ്, തീപ്പെട്ടി അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോക്സ് അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. 6 റെക്റ്റാങ്കുലാർ ഫേസസ്. 6 ഫേസസ് ഉണ്ട്, റെക്റ്റാങ്കുലാർ ഷേപ്പിലുള്ളതാണ്. അതാരാണ്? ക്യൂബോയിഡ്. I have 1 pointed end and 1 circular end. ഒരറ്റം കൂർത്തിരിക്കും, ഒരറ്റം റൗണ്ട് ആയിട്ടിരിക്കും. എന്താണ്? കോൺ അല്ലേ? കോൺ. Then a road roller is often given as an example for my shape. എൻ്റെ ഷേപ്പിന് എക്സാമ്പിൾ ആയിട്ട് ചിലപ്പോൾ റോഡ് റോളറിനെയൊക്കെ നിങ്ങൾ പറയാറുണ്ട്. ആരാണ് റോഡ് റോളർ? നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡൊക്കെ ടാർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സിലിണ്ടർ. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് 5th ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് പഠിക്കുക. അതുപോലെ 5th ചാപ്റ്ററിൽ 1 വേർഡ് ആയിട്ട് ഒത്തിരി ഉണ്ട്. ആ ടെക്സ്റ്റിൽ ടീച്ചർ അടയാളപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു തന്നിരിക്കുന്ന നോട്ട് അയച്ച് തന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ പഠിക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു റിവിഷൻ ക്ലാസ് ടീച്ചർ തന്നില്ലെങ്കിലും അതിൻ്റെ നിങ്ങൾക്ക് മുഴുവൻ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. ആ മിക്സഡ് ബാഗിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പഠിക്കുക. ധാരാളം 1 വേർഡുകൾ ചോദിക്കാവുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 5. അത് നിങ്ങൾ നന്നായിട്ട് ആ ഷേപ്പുകളും ഓരോ ഷേപ്പിൻ്റെയും പ്രത്യേകതകളും എല്ലാം നല്ല ഭംഗിയായിട്ട് പഠിക്കുക. അതിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊരു റിവിഷൻ ആയിട്ട് തരുന്നില്ല. ഇത് അന്ന് തന്ന ആ നോട്ട്സ് ഫുള്ളും പഠിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ.